അപ്പോൾ ഗൈസ്, എനിക്ക് ചെറിയൊരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകുന്ന വീഡിയോ ആണ്. 2 ദിവസത്തെ കല്യാണം. അപ്പോൾ നമ്മളിവിടെ നിന്നല്ല പോകുന്നത്, ഇലിയാസ് ഖാൻ്റെ ഉമ്മാൻ്റെ സിസ്റ്റർ വീട്ടിൽ നിന്നാണ് പോകുന്നത്. കോഴിക്കോടാണ് കല്യാണം. അപ്പം കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ വിചാരിച്ച് ഒരു കുഞ്ഞു വ്ളോഗാക്കി ഇടാൻ വിചാരിച്ച് 2 ദിവസത്തോട് മിക്സ് ആക്കിയിട്ട് ഒരൊറ്റ വീഡിയോ ആക്കി ഇടാൻ വിചാരിച്ച്. അപ്പോൾ നമ്മൾ കല്യാണത്തിന് ഇപ്പം ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങും. എന്നിട്ട് ഉമ്മാൻ്റെ സിസ്റ്റർ വീട്ടിൽ പോയിട്ട് അവിടുന്ന് മഗ്‌രിബൊക്കെ നിസ്കരിച്ച് രാത്രിയത്തെ ഫംഗ്ഷൻ ആട്ടോ, വെയ്യാട്ടോ പോവുക. നമ്മൾ അവിടെ പോയിട്ട് വെയ്യ പോവുക. അപ്പം പോകുന്ന ടൈമിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടെങ്കിൽ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം കേട്ടോ, ലാസ്റ്റ് വരെ കാണും. കാരണം ഒരു സർപ്രൈസ് വീഡിയോ കേട്ടോ ഇത്. കല്യാണ വ്ളോഗുമാണ്, പിന്നെ ഇതിലൊരു സർപ്രൈസും ഉണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരെ കണ്ടാലേ സർപ്രൈസ് എന്താണെന്ന് തിരിയുള്ളൂ. അത് ഈ വീഡിയോയിൽ ഉറപ്പായിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിചാരം. സർപ്രൈസ് വീഡിയോ ആണ്, അതായത് നിങ്ങൾക്കുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിനുള്ള സർപ്രൈസ് വീഡിയോ കേട്ടോ. അപ്പം നമുക്ക് എന്താ പറയുക, ഇപ്പം നമ്മളിപ്പോൾ ഉമ്മാൻ്റെ സിസ്റ്ററുടെ വീട്ടിലേക്ക് പോകും. ഒരു അൺബോക്സിങ് വീഡിയോ ഉണ്ട് കേട്ടോ. അൺബോക്സിങ് വീഡിയോ ഇല്ല, ഞാൻ കുറച്ച് ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അതും ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന സാധനങ്ങൾ തന്നെ. അപ്പോൾ അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ച്. അപ്പോൾ നമുക്ക് നമ്മൾ അൺബോക്സ്. സൗണ്ട് ക്ലിയറായി കേൾക്കുന്നതെന്ന് അറിയില്ല. ഒന്നാമത് ഫാനിട്ടിക്ക്, രണ്ടാമത് പുറത്ത് നല്ല മഴയാണ്, അപ്പോൾ മൈക്കും ഇല്ലല്ലോ. അപ്പോൾ സൗണ്ട് ക്ലിയറായി കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ക്ലിയറായി കേട്ടിട്ടില്ലെങ്കിൽ സോറി, ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ഷോർട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു, അല്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല ആ വീഡിയോയ്ക്ക്. അപ്പോൾ നമുക്ക് നമ്മളെ അൺബോക്സ് ചെയ്തോ അല്ലേ. അപ്പോൾ വരും ജസ്റ്റ് ഞാൻ എനിക്ക് പ്രൊഡക്റ്റ് കാണിച്ചിട്ടോ. എനിക്ക് മാമാഅർത്തിൻ്റെ അലോവേര ജെല്ലി, ഇത് നമ്മളെ ഹെയറിനും നമ്മളെ സ്കിന്നിനും പറ്റും എന്നാണ് മാമാഅർത്തിൻ്റെ കമ്പനി പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ മാമാഅർത്തിൻ്റെ ജെല്ല് പൊതുവേ നല്ലതാണെന്ന് പറയുന്നത് കേൾക്കാം. ഞാൻ മാമാഅർത്തിൻ്റെ ഒരു ഫാൻ ഗേളാണ്, കാരണം എനിക്ക് അവരെ ഒട്ടുമിക്ക പ്രൊഡക്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ വാങ്ങിയ സാധനം ജസ്റ്റ് ഞങ്ങൾ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ, മാമാഅർത്തിൻ്റെ അലോവേര ജെല്ല് ഇതടക്കം. പിന്നെ ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഡേം ഡോക്കിൻ്റെ എല്ലാ പ്രൊഡക്റ്റും ഒന്നിച്ച് വരുന്ന ഓഫറുള്ള കണ്ടിട്ട് എടുത്തതാണ് കേട്ടോ. ഇതിലെനിക്ക് സിറുണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്, ഫേസ് വാഷ് ഉണ്ട്, സൺസ്ക്രീൻ ഉണ്ട്. ഇത് 4 എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. എന്താ ചെയ്താൽ ഞങ്ങൾക്ക് ലിങ്ക് തരും കേട്ടോ. അപ്പോൾ ഇതും അഫോർഡബിൾ പ്രൈസിന് കേട്ടോ. എനിക്ക് 600 സംതിങ് ആ റേഞ്ച് ആയിട്ട് കിട്ടും ഇതെല്ലാം കൂടി ആയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി അങ്ങനെ വാങ്ങിച്ച്. പിന്നെ ഞാൻ വാങ്ങിച്ച് കുറേ കാലം ഞാൻ വാങ്ങാൻ വിചാരിക്കുന്നു കേട്ടോ. ഒരു ഐഷാഡോ പാലറ്റ് കേട്ടോ, കുറേ കാലം വിചാരിക്കുന്നത്. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു സാധനം ഇല്ല, ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എനിക്കെന്തോ യൂസ് ചെയ്ത് നോക്കാനൊരു ഇഷ്ടമായിട്ട് കുറച്ചൊരു ലൈറ്റും ഡാർക്കും മിക്സ് ചെയ്ത് വരുന്ന ഐഷാഡോ പാലറ്റ്. ഇത് ഞാൻ ഏതെങ്കിലും ഒരു ഗെറ്റ് റെഡി വിത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ അൺബോക്സിങ് വീഡിയോയിൽ ഞാൻ വാങ്ങിയ സാധനം. നമ്മളോട് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ കേട്ടോ, ഇതാ ഞാൻ പറഞ്ഞത് എനിക്ക് ഫ്രീ കിട്ടിയത്. ഇത് ഞാൻ വാങ്ങിച്ച ഐഷാഡോ പാലറ്റ് ഇൻസൈറ്റിൻ്റെ പിന്നെ ഡേം ഡോക്കിൻ്റെ ഇതും മോയ്സ്ചറൈസർ, സിറം, ഫേസ് വാഷ്, സൺസ്ക്രീം ഇല്ല കേട്ടോ. അപ്പം ഇതൊന്നൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നൊരു വേറെ വീഡിയോ ചെയ്യട്ടോ. കാരണം ഞാനിതുവരെ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഡേം ഡോക്കിൻ്റെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ആയിട്ട് വരാം അടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ അൺബോക്സിങ് വീഡിയോ കഴിഞ്ഞ് വലിങ്ങനൊന്നുമില്ല. ഞാൻ വാങ്ങിയ കുറച്ച് പ്രൊഡക്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ യൂസ്ഫുള്ളാണ്, അതായത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് കമൻറ്റ് ചെയ്താൽ കേട്ടോ. ഞാൻ എൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക ചെയ്തോളൂ കേട്ടോ. നമ്മൾ ഉള്ളിയിലെത്തിയാൽ ഭയങ്കര ബ്ലോക്കായിട്ടോ. അപ്പോൾ എന്താണെന്നൊന്നും അറിയുന്നില്ല. പെട്ടെന്നാണ് ഓർമ്മ വന്നത്, അവിടെ ഒരു കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനമാണ്. അപ്പോൾ അത് ഹനാൻഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഹനാൻഷ വരുന്നതായിട്ട് ഉള്ളിയേരി മൊത്തം ബ്ലോക്ക്. ഉള്ളിയേരി മാത്രമല്ല, നമ്മളെ താമരശ്ശേരി റൂട്ട് പകുതിയോളം ബ്ലോക്കാണ്, അത്തോളി റൂട്ട് പകുതിയോളം ബ്ലോക്കാണ്, ഫുൾ ബ്ലോക്കാട്ടോ. അപ്പം ഞാനും കുറേ സ്ക്രീനിലൊക്കെ നോക്കി ഹനാൻഷാനെ കാണാൻ പറ്റും, ചാൻസ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ എൻ്റെ ഉമ്മാൻ്റെ സിസ്റ്ററുടെ വീട്ടിലെത്തി.
എന്നിപ്പം നമ്മൾ ഇവിടുന്ന് നിസ്കരിച്ച് ഫ്രഷായിട്ട് ഇറങ്ങും. അപ്പോൾ നിസ്കരിക്കുക, ഇപ്പോൾ ഫ്രഷാകുക. അപ്പം ഇനി നമുക്ക് അപ്പം ഗൈസ് നമ്മളിവിടെ കല്യാണ വീട്ടിലെത്തി. എത്തിയ പാടന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട്, അതുകൊണ്ട് ഫുഡ് കഴിക്കുന്ന ഫോട്ടേജ് ഒന്നും എടുത്തിട്ടില്ല, കാരണം അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കല്യാണ വീട്ടിലെത്തി, ഫുഡും കഴിച്ച് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. എനിക്കും ഇവിടുത്തെ ഡാൻസ്, പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടുത്തു, അല്ലെങ്കിൽ ഞാൻ ഷോർട്സ് ആക്കിയിടും. അപ്പോൾ ഇൻഷാല്ലാ എല്ലാ വീഡിയോയും തുടർന്ന് കാണട്ടോ. അപ്പം എനിക്കും ഞാൻ വോയിസ് കൊടുക്കില്ല, ഫുൾ ഡാൻസ്, ഒപ്പന അങ്ങനത്തെ കാര്യക്കേക്കും. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമ്മൾ വീട്ടിലെത്തിയിട്ട് നോക്കി കൊടുക്കും. അപ്പോൾ ഓക്കെ കാണാം. भविष्य मृत्यु की डॉक्टर है, आज मेरा संगीत से ना कोई जल्दी का कोका। ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നെക്സ്റ്റ് ഡേ കേട്ടോ. അപ്പോൾ ഇന്നലെ പിന്നെ ഒന്നും പറയാനായില്ല, കാരണം അവിടുന്ന് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരുപാട് ലേറ്റായി വരുമ്പോൾ ഇപ്പം തന്നെ വേഗം എന്ന് വെച്ചാൽ ഉറങ്ങി എണീച്ച് ലേറ്റായി പോയി കേട്ടോ. 2 മണിയൊങ്ങാനേക്ക് നമ്മളിവിടെ എത്തുമ്പോൾ തൊണ്ടയൊക്കെ കുളിച്ചൊക്കെ അടിഞ്ഞ് കേട്ടോ. ഇവിടെയൊക്കെ ബ്ലാക്ക് അടിച്ചൊക്കെ ഫുള്ള് ഉറക്കൊന്നും റെഡിയായില്ല. അവിടുന്ന് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഓല ഡാൻസും പരിപാടിയൊക്കെ കണ്ട് ലേറ്റായി വന്ന് ഉറങ്ങിയതായി കുറച്ച് മുന്നേ എണീച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതാ റെഡിയായി കഴിഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നാണ് നിക്കാഹൊക്കെ. ഇന്ന് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി, കോഴിക്കോട് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകും. എൻ്റെ ഔട്ട്ലുക്ക് കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ ജസ്റ്റ് മിററിൽ കാണിച്ചു തരാം. ഇതാട്ടോ സംഭവം. ഒരു പർദ്ദയാണ്, പായപ്പർദ്ദ. പിന്നെ ഉള്ളിലൊരു ടോപ്പ് ഇട്ടതാണ്, ഞാനിങ്ങനെ സ്റ്റൈലി ചെയ്തതാട്ടോ. രസമുണ്ടോ എന്ന് നോക്കണം, ജസ്റ്റ് നിങ്ങൾ പറയട്ടോ രസമുണ്ടോ എന്നുള്ള. ഇവിടെ താഴെ ഞാൻ കാണിക്കാത്തതെന്താ അറിയാം, ഒരുപാട് സാധനങ്ങൾ വേഷങ്ങൾ വാരി വലിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടായിട്ട് താഴെ കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ റെഡിയായി കഴിഞ്ഞു. ഇനി
2-3 മിറർ സെൽഫിയൊക്കെ എടുത്തിട്ട് പോവാം. എല്ലാ പാർട്സും ഓക്കെയാണ്. നല്ല തങ്കപ്പെട്ട സ്വഭാവം. കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളിവിടുന്ന് ഇറങ്ങുക കേട്ടോ. ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയട്ടോ. കല്യാണ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ട് പറയാം. ഓക്കെ. നമ്മളിപ്പോൾ ഉള്ളത് ലുലു മാൾ കേട്ടോ, കോഴിക്കോട്. അപ്പോൾ ഇവിടെ നിന്ന് ഓണത്തിൻ്റെ അയ്യോ ഗൈസ്, അപ്പോൾ നമ്മളില്ലേ ചുമ്മാ ഒന്നിയിൽ പോകുമ്പോൾ ലുലു മാളിലൊക്കെ ഒന്ന് കയറി കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ലുലു മാളിലാണ്. ഇവിടെ ഇന്ന് ഓണത്തിൻ്റെ പായസ മത്സരം, അതായത് ഇവിടെ ഒരു പായസ മത്സരം നടക്കുന്ന ഓണ സംബന്ധിച്ച്. അപ്പോൾ ഞാൻ കാണിച്ചു കേട്ടോ. ഗൈസ് കണ്ടോ ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ? എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ പോയി നോക്കട്ടെ ഗ്ലാസ് പായസം കിട്ടുമോ നോക്കല്ലേ. ഇതിലിവിടെ അടിപൊളിയായിട്ട് ചെയ്ത് കിട്ടോ, തോണിയൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ വന്നൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടില്ല. ഞാൻ ഇവിടെ ചാമ്പയർ എന്നുള്ള ചാമ്പയർ എന്നല്ല ഇനി പറയാമെന്നറിയില്ല. ഇതിൻ്റെ 201 ഷെയ്ഡ് കിട്ടും. എനിക്ക് ഇട്ടോക്കിയിട്ട് കുഴപ്പമില്ല, നല്ല ഷെയ്ഡാണ്. ഒരു ലിപ്സ്റ്റിക്കും വാങ്ങി ഞാൻ. ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് പറയട്ടോ. ഇവിടെ നിന്ന് സംസാരിക്കാൻ എനിക്ക് ചമ്മലാവും. നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇത് പെട്ടെന്നുണ്ടായ തീരുമാനം കേട്ടോ, ലുലു മാളിൽ തരണമെന്ന്. അങ്ങനെ ആദ്യം പ്ലാൻ ചെയ്ത് പരിപാടിയൊന്നുമില്ല. പിന്നെ ഉമ്മാക്കൊക്കെ നിസ്കരിക്കാണ്ട് ടോയ്ലറ്റിൽ പോകേണ്ട. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു പരിപാടി ഉണ്ടാവും. അപ്പോൾ ഗൈസ്, നമ്മൾ വീട്ടിലെത്തി ഫ്രഷായി നിസ്കരിച്ചൊക്കെ ചെയ്ത്. അപ്പം പിന്നെ എനിക്ക് കുറച്ച് കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മളിന്ന് അവിടെ പോരും. നമ്മൾ ബ്രൈഡിൻ്റെ ടീമായിരുന്നു. ഗ്രൂമിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് സ്നോ സ്പ്രേ എന്നാണ് അതിന് പറയാമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഗ്രൂമിൻ്റെ ഫ്രണ്ട്സുകളെല്ലാവരും കൂടി വന്നിട്ട് സ്നോ സ്പ്രേ അടിച്ച്. അപ്പോൾ ബ്രൈഡ് എൻട്രി ചെയ്തിട്ടേ ഉള്ളൂ. ബ്രൈഡ് ജസ്റ്റ് ഒന്ന് സ്റ്റേജിൽ കയറിയിട്ടേ ഉള്ളൂ. ഒരുപാട് എക്സ്പെൻസീവും കൊടുത്ത് മേക്കപ്പും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അവൾ ആ ഒരു ഡേ ഫുള്ളോലെ അങ്ങ് പോക്കിക്കളഞ്ഞ്. തീരെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവരെ കസിൻസ് പറഞ്ഞു നോക്കി, അവരെ ഉമ്മ പറഞ്ഞു നോക്കി, എന്നിട്ട് ഈ സ്റ്റോ നിർത്തുന്നില്ല. ഓക്കെ, അവർക്ക് അങ്ങനെ ജസ്റ്റ് ഒരു ഫണ്ണിക്ക് അവർക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യാനൊരു പൂതി ഉണ്ടെങ്കിൽ
അവർക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ട് ചെയ്യാമായിരുന്നു. ഇപ്പോൾ എനിക്കിതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര ഹേർട്ടായി. ഞാൻ കണ്ടു നിന്ന് എനിക്കത് ഹേർട്ടായി. അപ്പം എനിക്ക് എന്തോ പോലെ തോന്നി. കാരണം അവൾ ഇത്രയും വെയിറ്റ് ചെയ്ത് ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടേക്കും, അവളുടെ ലൈഫിൽ മറന്നു പോകാത്തൊരു മൊമെൻ്റായിരിക്കും ഈ ഒരു മൊമെൻറ്റ്. ബ്രൈഡിൻ്റെ ആ ഒരു മൊമെൻറ്റ് ആ ചെങ്ങായി മൊത്തം കൊളാക്കി കളഞ്ഞു. അതെനിക്കെന്തോ പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. എനിക്കെന്തോ പേഴ്സണലി ഭയങ്കര എന്തോ പോലെ ആയിപ്പോയി. അപ്പം ഞാനിത് പറയാൻ കാരണം, എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെ ആർക്കെങ്കിലും ഷെയർ ചെയ്താലോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരെ എത്രയോ ദിവസത്തെ ഉറക്കൊഴിഞ്ഞ് ഊണൊഴിഞ്ഞ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ കൊടുത്ത ആ ഡ്രസ്സ് റെഡിയാക്കിയിട്ട് അത് അന്നിടണം. ഓളൊരു സ്വപ്നം കേട്ടോ ഓല് തകർത്ത് കളഞ്ഞത്. ഫുൾ സ്നോ അടിച്ച്. ഓക്കെ തമാശ വേണം, ഓക്കെ നല്ലതിനാണ്. പക്ഷെ ഇന്ന് ഞാൻ ആ കണ്ടത് തമാശയല്ല. ഞാൻ വീഡിയോ എടുത്തിക്കില്ല വെച്ചാൽ ഞാൻ ഇത് കണ്ടിട്ടാകെ ഷോക്കായിപ്പോയി. ഞാൻ വീഡിയോയിൽ എടുത്തിക്കില്ല, ഞാൻ ആകെ ഷോക്കായിപ്പോയി. കാരണം ആ ഒരു മൊമെൻറ്റില്ലേ അതങ്ങ് കളഞ്ഞ്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് തന്നെ എൻഡിങ് പറഞ്ഞ് ടാറ്റ ബൈ ബൈ ചെയ്യാൻ പോവായിരുന്നു. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കല്ലേരും. വേണം, ഓക്കെ എല്ലാം വേണം, തമാശയൊക്കെ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന തമാശ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നില്ല, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നു നമ്മൾ നോക്കണം. ഓക്കെ, അത്രേ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇത്രയും നേരം സഹിച്ചും ക്ഷമിച്ചും കണ്ടിരുന്നില്ലേ, അവർക്കൊരു ബിഗ് താങ്ക്സ് കേട്ടോ. പിന്നെന്താ പറയാനുള്ള, വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് പറഞ്ഞതിന് ഒരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട് ഇല്ലേ. അപ്പോൾ ആ സർപ്രൈസ് ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ സർപ്രൈസ് വെച്ചിരാം. അപ്പം ഇതാണ് സർപ്രൈസ്. ഞാനൊരു പുതിയ ഫോൺ വാങ്ങിച്ച്, എൻ്റെ കൈമേൽ ഓൾറെഡി 13 ഉള്ളത്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ഇതിൻ്റെ ഡിസ്പ്ലേ പോയി കിടക്കുകയാണ്, പിന്നെ ഫുൾ ബാക്കൊക്കെ പൊട്ടിക്കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഇതിങ്ങനെ ഡിസ്പ്ലേയിൽ ഒരു ബ്ലാക്ക് മാർക്ക് കാണുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് തകരുന്നു. അപ്പം ഞാൻ കുറേ ഇങ്ങനെ ഒരു ഫോൺ വാങ്ങണം. ഇതിപ്പം ഇല്ലാസ് ഖാൻ ഒരു കസിനോട് ഞാൻ പറഞ്ഞ് ഓൻ അവിടുന്ന് ദുബായിൽ നിന്ന് കൊടുത്തേച്ചാണ്. 13 Pro ആണ്. അപ്പോൾ ഞാനിത് ഓപ്പൺ ആക്കിയിട്ടൊന്നുമില്ല, ഫ്രഷ് ഒന്നുമില്ല കേട്ടോ, സെക്കൻഡ് ക്വാളിറ്റിയാണ്. ഇൻഷാ അല്ലാഹ് ഫ്രഷൊക്കെ നമുക്ക് വാങ്ങാം. അപ്പം ഞാനിത് എന്ത് വിചാരിച്ചത്, നിങ്ങളെ മുന്നിൽ ഓപ്പൺ ആക്കി തരാം. അപ്പം നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം അല്ലേ. എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ വെച്ചാൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ 13 Pro Max ആയിരുന്നു വാങ്ങാൻ. ഫസ്റ്റ് ഐഫോൺ വാങ്ങുമ്പം തന്നെ വാങ്ങാൻ പോയി 13 Pro Max ആയിരുന്നു. പക്ഷെ അന്ന് എനിക്കെന്തോ എന്തെങ്കിലും ക്യാഷ് ഉണ്ടോ എന്തോ എനിക്ക് 13 Pro Max വാങ്ങാൻ പറ്റിയില്ല. അന്നേ ഞാൻ 13 Pro Max എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്നവരെല്ലാവരും ചോദിക്കും, അപ്പം ഇപ്പോൾ 13 Pro Max ഉണ്ടോ, വേറെ ആക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ആദ്യം മുതലേ 13 Pro Max കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം കുറേ ന്യൂസൊക്കെ കേൾക്കുന്നുണ്ട്, 13 Pro Max റദ്ദാക്കി എന്നൊക്കെ ന്യൂസ് കേൾക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേറൊരു ഫോൺ പിന്നെ വാങ്ങാം. തൽക്കാലം ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യാം. അപ്പം ഇതാകുമ്പം അത്യാവശ്യം സ്റ്റോറേജും ഉണ്ട്, 512 സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ സുഖമായിരിക്കുമല്ലോ. അപ്പോൾ ഇനിയിപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിലേക്ക് മാറ്റണം, ഷോപ്പ് കൊടുത്ത് മാറ്റണം. പിന്നെ അത്യാവശ്യം മോശമില്ലാത്തൊരു ബാക്ക് കവർ വാങ്ങണം. ഇതെനിക്ക് അവിടെ നിന്ന് തന്നെ തന്നതാട്ടോ. അപ്പം ഇതായൊരു സർപ്രൈസ് കേട്ടോ. ഇതിപ്പം കാണുന്നവരായിരിക്കും ഇതെന്ത് സർപ്രൈസാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു മൊമെൻറ്റ് എനിക്കിതിൽ സൂക്ഷിച്ച് വെക്കണം. ഈ ഒരു ഫോൺ വാങ്ങാൻ പോകുന്ന വ്ളോഗ് തന്നെ എനിക്ക് എടുക്കണം എന്ന് ഭയങ്കര ബോധ്യമായിരുന്നു. പക്ഷേ യാദർശികമായിട്ടാണ് ഞാൻ ഈ ഒരു ഫോൺ വാങ്ങുന്നത്. വെച്ചാൽ ഫോൺ വാങ്ങാൻ പോയിട്ട് ഫോൺ വാങ്ങാണ്ട് വന്നിട്ട് പിന്നെ ഒരു ദിവസം പറ്റി പെട്ടെന്ന് സഡൻലി എടുത്തതാണ് കേട്ടോ ഈ 13. അപ്പോൾ ഇൻഷാ അല്ലാഹ് സർപ്രൈസിലും കണ്ടില്ല. 13 Pro Max അല്ല 13 Pro ആണ്. പിന്നെ എനിക്ക് ഈ ഐഫോണെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെന്താണ്, അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവരും സപ്പോർട്ട് തരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് മൈ വാച്ചിങ് വീഡിയോ. ബൈ ബൈ.